ഹായ് കൂട്ടുകാരെ, ഞാനൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം കുറച്ച് ഇതെടുക്കുവാണ്, ബട്ടർ എടുത്ത് ബട്ടറിനകത്താണ് നമ്മൾ കുറച്ച് ഇത് മൂപ്പിക്കുന്ന ചിക്കൻ നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യുവേ. ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് വേണം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും ചേർക്കാം, നല്ല ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് അതും കൂടെ ചേർത്ത് മെൽറ്റാകണം. നമുക്ക് മെൽറ്റായി നല്ല ഇതാണ് ചിക്കൻ ഞാൻ നേരത്തെ ഉപ്പും മുളക് പൊടിയും ഇത്തിരി മല്ലപ്പൊടി ഇത്തിരി ഗരം മസാല ശകലം എല്ലാം കുറച്ച് എല്ലാം കൂടെ പുരട്ടി ഞാനൊരു 10 മിനിറ്റ് അല്ല, ഒരു 10-15 മിനിറ്റ് വെക്കണം. ഇത് ഒരു 15 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്നാലും ഞാനൊന്ന് വറക്കാൻ വെക്കട്ടെ, എല്ലാം ഒന്ന് വറക്കട്ടെ. എല്ലാവരും എന്നും പറയും ബട്ടർ ചിക്കൻ, മറ്റേ ചിക്കൻ ഉണ്ടാക്കി അവർ കൂട്ടി മടുക്കും. അപ്പം ബട്ടർ ചിക്കൻ എന്നും പറയും, ബട്ടർ ചിക്കൻ ഉണ്ടാക്കും. അതിനൊക്കെ സമയവും അല്ലെങ്കിൽ അതിനുള്ള ചേരുവകളും ഒക്കെ വേണം. ചില സമയത്ത് അത് ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി ഉണ്ടാക്കിത്തരാം. അങ്ങനെ നല്ലോണം ഒന്ന് മൊരിയണം. കുറച്ച് നന്നായിട്ട് മൊരിഞ്ഞ് അപ്പുറം ഇതാക്കി വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി അടുത്ത ഇതിൽ ഏകദേശം വറുത്തു, ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. വറുത്താൽ മതി. അടുത്ത ഇതിലോട്ട് മാറ്റാം നമുക്ക്. എന്നിട്ട് ഈ എണ്ണയിൽ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളി എല്ലാം കൂടെ വഴറ്റി അരയ്ക്കണം. അടുത്ത ഞാൻ ഉള്ളി കുറച്ച് മതിയല്ലോ, കുറച്ച് ഉള്ളി, പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്, അതും എല്ലാം കൂടെ ഇട്ട് പിന്നെ തക്കാളി അതും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ട് കൊടുത്തിട്ട് കാഷ്യൂനട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി കൊണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഇനി നല്ലപോലെ വഴറ്റി ഒരു കുറച്ച് നല്ലതായിട്ട് മൂത്തിട്ട് എടുക്കുക. നല്ല മണമുണ്ട്. എല്ലാത്തിൻ്റെ ഒരു വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഇഞ്ചിയുടെ ഒരു നല്ല ഫ്ലേവറും. കുറച്ച് നന്നായിട്ട് സ്മൂത്ത് ഒരു ശകലം നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇച്ചിരി വേവാൻ വേണ്ടിയിട്ട് വെള്ളം അതാരെടുത്ത്
തിളച്ച വെള്ളം ഒരു ശകലം ഒഴിക്കുന്നുണ്ട് അരയാൻ വേണ്ടിയിട്ട്. സാധാരണ ഇത് ഇങ്ങനെ വഴറ്റിയിട്ട് അരയ്ക്കുന്നവരുണ്ട്. ഞാൻ ഒരു ശകലം വെള്ളത്തിൽ ഒന്ന് ഇതാകുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. മറ്റേതിലും അരഞ്ഞ് കിട്ടും, എങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് അരയ്ക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇച്ചിരി ആവിയിലൊന്ന് വെന്തോട്ടെ. ഇത് ഞാൻ അരച്ചത് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ വഴറ്റും. കുറച്ച് നന്നായിട്ട് വഴറ്റും. അതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് ഇത് മാറിക്കിട്ടട്ടെ. കുറച്ച് വെള്ളം, തിളച്ച വെള്ളം, പച്ചവെള്ളം പച്ചവെള്ളം ഞാൻ ഒന്നിനും ഒഴിക്കാറില്ല. ഏത് കൂട്ടാനും ഞാൻ തിളച്ച വെള്ളം ഒഴിക്കത്തുള്ളൂ. സ്വല്പം കൂടെ ഇച്ചിരി വെള്ളം കൂടെ. നല്ല ഗ്രേവി ആയിട്ട് തിക്നെസ് വേണ്ടേ. ഉപ്പിട്ടില്ലല്ലോ, കുറച്ച് ഉപ്പ് ഇടുക. ചിക്കൻ ഉപ്പിട്ട് ബട്ടർ ചിക്കൻ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം പഠിച്ചു വരുന്നു, ചെയ്തല്ലേ പഠിക്കുന്നു. ഞാൻ വറുത്ത് വെച്ച ചിക്കൻ ഇടുവാണേ. വറുത്തതിൻ്റെ ഒരു എണ്ണ. കുറച്ച് സോസ് ഇടുവാണേ. സോസ് ഒഴിക്കുക. ശരി, ടൊമാറ്റോ സോസ്. കുറച്ചുകൂടെ വെള്ളം. ഏകദേശം വെന്തേ. നമുക്ക് ഇച്ചിരി കസ്തൂരി മെത്തി ഇടാമേ. കസ്തൂരി മെത്തി കുറച്ച് നമുക്കൊരു ബട്ടർ കുറച്ച് ശകല ബട്ടർ ഇട്ടതാണ്, എന്നാലും നമുക്കൊരു ടേസ്റ്റ് വന്നോട്ടെ. നമുക്ക് ഇച്ചിരി ഫ്രഷ് ക്രീം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതാണ്. ഫ്രഷ് ക്രീമും ചേർത്ത് എല്ലാം റെഡിയാണ്. ഫ്രഷ് ക്രീമുമായി ഇനി ഒന്ന് അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച്
സോസ് ഉണ്ടോ? ഇച്ചിരി സോസ്, ഒരു മധുരം പോരാ, ശകല സോസും കൂടെ വെച്ച്. ബാക്കിയെല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ബട്ടർ ചിക്കൻ റെഡിയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാ എൻ്റെ വെന്ത് വരുന്നുണ്ട്. ഓക്കെ, ബട്ടർ ചിക്കൻ റെഡി. ഓക്കെ.